Hi class, welcome to Mentors. February 1st to 22nd current affairs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, according to the Citizenship Act 1955, who is considered an illegal migrant in India? Citizenship Act 1955 പ്രകാരം ആരെയാണ് ഇന്ത്യയിൽ ഒരു ഇല്ലീഗൽ മൈഗ്രന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കാം. A foreign national who enters India with valid documents but overstays beyond the permitted time. Option B, a foreign national who enters India without valid travel documents. C, both A and B. And option D, none of the above. ഇതിന്റെ ആൻസർ, ഇത് ലോജിക്കലി ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് C ആണ്. ബോത്ത് A and B വരും. അപ്പം ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണെങ്കിൽ, ഈ ഒരു സിറ്റിസൺഷിപ്പ് ആക്ട് 1955ന്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ സിറ്റിസൺഷിപ്പിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ആരാണ് സിറ്റിസൺ, ആരാണ് ഒരു നോൺ സിറ്റിസൺ എന്ന് ഈ ഒരു ആക്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. പിന്നെ റെഫ്യൂജിയും ഇല്ലീഗൽ മൈഗ്രൻസും തമ്മിലൊരു ഡിഫറൻസിയേഷൻ നോക്കുകയാണെങ്കിൽ, ഈ പെർസിക്യൂഷൻ സഫർ ചെയ്ത് വരുന്നവരെയാണ് നമ്മൾ റെഫ്യൂജി എന്ന് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഒരു കൺട്രിയുടെ മൈഗ്രേഷൻ ലോസ് വയലേറ്റ് ചെയ്യുന്നവരെയാണ് നമ്മൾ ഇല്ലീഗൽ മൈഗ്രന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഈ ഒരു പെർട്ടിക്കുലർ ആക്ട്, അതായത് 1955 സിറ്റിസൺഷിപ്പ് ആക്ടിന് 2019 ഒരു അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് CAA നമ്മൾ കേട്ടിട്ടുണ്ട്, ഭയങ്കര പ്രൊട്ടസ്റ്റ് ഒക്കെ എങ്കിൽ ആഗമനം നടന്നിരുന്നു. അപ്പം ഈ ഒരു അമെന്റ്മെന്റ് ആക്ടിൽ വരുന്നത് എന്ന് പറഞ്ഞാല് ചില റിലീജിയസ് കമ്മ്യൂണിറ്റീസിന് ഒരു എക്സംഷൻ കൊടുക്കുന്നുണ്ട് ഇല്ലീഗൽ മൈഗ്രന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതിൽ നിന്നും. അതായത് നോൺ മുസ്ലിം മൈനോറിറ്റീസ് ഫ്രം പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ആൻഡ് ബംഗ്ലാദേശ്, ഇവിടെ നിന്ന് വരുന്ന നോൺ മുസ്ലിം മൈനോറിറ്റീസിന് ഈ ഒരു ലീഗൽ മൈഗ്രന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതിനും എക്സംഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ആ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് empowers the Indian government to deport foreign nationals residing illegally in the country? അപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യനുമായിട്ടൊരു റിലേഷൻ വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. ഇതിനകത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് the Citizenship Act 1955, the Foreigners Act 1946, the Passport Act 1920 and the Immigration Carriers Liability Act 2000. ഈ ക്വസ്റ്റ്യൻ പറയുന്നത്, ഈ നമ്മളൊരു ഇല്ലീഗൽ മൈഗ്രന്റ് ആയിട്ട് ഒരാളെ ഐഡന്റിഫൈ ചെയ്തല്ലോ. അപ്പൊ അങ്ങനെ ഐഡന്റിഫൈ ചെയ്തവരെ എങ്ങനെയാണ് ഡീപോർട്ട് ചെയ്യുന്നത്, അത് ഏത് ആക്ട് പ്രകാരമാണ് അവരെ ഡീപോർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇപ്പം സിറ്റിസൺഷിപ്പ് ആക്ട് നമ്മൾ കണ്ടു, അത് ആരാണ് നോൺ സിറ്റിസൺ, ആരാണ് സിറ്റിസൺ എന്ന് ഐഡന്റിഫൈ ചെയ്ത ആക്ട് ആണ് സിറ്റിസൺഷിപ്പ് ആക്ട് എന്ന് പറയുന്നത്. പിന്നെ പാസ്പോർട്ട് ആക്ട് എന്ന് പറയുമ്പോഴത്തേനും ഈ പുറത്തുനിന്ന് വരുന്ന ഫോറിൻ നാഷണലിന്റെ പാസ്പോർട്ടായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് അതിന്റെ കണ്ടീഷൻസ്, അതൊക്കെയാണ് ഈ പാസ്പോർട്ട് ആക്ടിൽ വരുന്നത്. ഇമിഗ്രേഷൻ ആക്ട് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും എയർലൈൻസ് ഇപ്പൊ അൺഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഫോറിൻ നാഷണൽസ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ എയർലൈൻസിന് എന്തെങ്കിലും ലൈബിലിറ്റി ഇമ്പോസ് ചെയ്യുന്ന തരത്തിലുള്ള ആക്ട് ആണ് ഇമിഗ്രേഷൻ ആക്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ അതുകൊണ്ട് തന്നെ നമുക്ക് എത്താൻ പറ്റുന്നത് ഓപ്ഷൻ ബി, ദ ഫോറിനേഴ്സ് ആക്ട് 1946ലാണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, റീസെന്റ് എറണാകുളം റൂറൽ പോലീസ് ഒരു ഓപ്പറേഷൻ ക്ലീൻ എന്ന് പറയുന്ന ഒരു മിഷൻ നടത്തിയിരുന്നു ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ കൂടെ. അതായത് കേരളത്തിൽ ഉണ്ടായിരുന്ന കുറെ ഇല്ലീഗൽ ആയിട്ടുള്ള ബംഗ്ലാദേശി മൈഗ്രൻസിനെ ട്രേസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഈ ഓപ്പറേഷൻ ക്ലീൻ എന്ന് പറയുന്നത്. ആൻഡ് നമുക്കറിയാം ഇല്ലീഗൽ മൈഗ്രൻസിന്റെ ഇഷ്യൂ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സെക്യൂരിറ്റിയെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് അതോറിറ്റീസ് കൺസിഡർ ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ അഡ്രസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് അതെല്ലാം. അപ്പം ഈ ഒരു ആക്ട് രണ്ടും ഡിഫറൻസിയേഷൻ നോക്കുകയാണെങ്കിൽ, സിറ്റിസൺഷിപ്പ് ആക്ട് എന്ത് ചെയ്യുന്നു, ഇല്ലീഗൽ മൈഗ്രൻസ് ആരാണ്, സിറ്റിസൺസ് ആരാണ്, നോൺ സിറ്റിസൺസ് ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. ആൻഡ് ഫോറിനേഴ്സ് ആക്ട് ഇങ്ങനെ ഇല്ലീഗൽ മൈഗ്രന്റ് ആയിട്ട് അനലൈസ് ചെയ്തവരെ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്തവരെ ഡീപോർട്ട് ചെയ്യുന്നതിനുള്ള പ്രൊവിഷൻസ് ആണ് ഫോറിനേഴ്സ് ആക്ട് 1946 പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് ദ ന്യൂ ഇൻകം ടാക്സ് എക്സംഷൻ ലിമിറ്റ് അണ്ടർ ദ യൂണിയൻ ബഡ്ജറ്റ് 2025-26? അപ്പം റീസെന്റ് ഫെബ്രുവരി 1 നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രസന്റ് ചെയ്തിരുന്നു. അപ്പോ അത് പ്രകാരം പുതിയ ടാക്സ് എക്സംഷൻ ലിമിറ്റ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് എന്താണ്? 10 lakh, 12 lakh, 15 lakh, 20 lakh. എന്തായിരിക്കും ഇവിടെ ആൻസർ വരിക? ഓൾഡ് റെജിമിൽ 7 lakh ആയിരുന്നു ടാക്സ് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത്. അതായത് ആനുവൽ ഇൻകം 7 lakh ആണെങ്കിൽ ടാക്സ് അടക്കേണ്ട, ഇൻകം ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പുതിയ റെജിമിൽ പ്രകാരം ഈ ഒരു ബജറ്റിൽ പ്രസന്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാല് ഓപ്ഷൻ വരുന്നത് ബി. ഓപ്ഷൻ ബി ആണ്. 12 lakh ആണ് ഇപ്പോഴത്തെ ടാക്സ് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത്. അതായത് ആനുവൽ ഇൻകം 12 lakh ആണെങ്കിൽ ഇൻകം ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല.
ആൻഡ് ഫോർ ദ സാലറി ടാക്സ് പേയേഴ്സ്, സാലറീഡ് ആയിട്ടുള്ള ഒരു ടാക്സ് പേയറിന് ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയം അവരുടെ ഇൻകം എന്ന് പറയുന്നത് 12,75,000 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അതായത് ഒരു സാലറി ടാക്സ് പേയറിന് പലതരത്തിലുള്ള അലവൻസസ് കിട്ടും. അപ്പോൾ അവർക്ക് ആ അലവൻസസ് എല്ലാം കൂടെ കൂട്ടിയിട്ട് 12,75,000 ആണ് അവരുടെ ആനുവൽ ഇൻകം വരുന്നതെങ്കിൽ ഒറ്റ തവണയായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 അവരുടെ ഇൻകത്തിൽ ഉണ്ടാവുകയും അങ്ങനെ 12,75,000 75,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വരുമ്പോൾ 12 lakh തന്നെ ആവുള്ളൂ ആനുവൽ ഇൻകം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഈ നോൺ ടാക്സബിൾ സ്റ്റാൻഡേർഡിൽ അവരുടെ ഇൻകം വരും. അപ്പൊ അവർക്കും ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് എയിം ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ എക്കണോമിക് എക്സ്പേർട്സ് എല്ലാം നമ്മുടെ ഇക്കണോമി അനലൈസ് ചെയ്തപ്പോഴത്തേക്കും നമ്മളൊരു സ്ലോ ഡൗണിലൂടെയാണ് ഇന്ത്യ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ ഇക്കണോമിയിൽ ഡിമാൻഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ കയ്യിൽ പൈസ എത്തിക്കാൻ വേണ്ടിയിട്ട് ടാക്സ് കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഗവൺമെന്റ് ഈ ഒരു അണ്ടർടേക്കിംഗ് ആയിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ റീസെന്റ് നമ്മുടെ ന്യൂ ഇൻകം ടാക്സ് ബില്ല് തന്നെ പാർലമെന്റിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ഭാഗമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കോംപ്ലക്സിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ടാക്സ് പേയേഴ്സിന് കുറച്ചും കൂടി ക്ലാരിറ്റി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പുതിയ ഇൻകം ടാക്സ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് സ്കീം വാസ് ലോഞ്ച്ഡ് ഇൻ ദ യൂണിയൻ ബഡ്ജറ്റ് 2025-2026 ടു പ്രൊമോട്ട് സെൽഫ് റിലയൻസ് ഇൻ പൾസസ് പ്രൊഡക്ഷൻ. അതായത് പൾസസ് പ്രൊഡക്ഷനിൽ നമ്മൾ പറയാം സെൽഫ് റിലയൻസ്, ആത്മനിർഭരത. അപ്പൊ പൾസസ് പ്രൊഡക്ഷൻ അതായത് പയറുവർഗ്ഗങ്ങൾ, അതിൽ സെൽഫ് റിലയൻസ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ യൂണിയൻ ബഡ്ജറ്റിൽ ഒരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, പൾസസ് സെൽഫ് റിലയൻസ് മിഷൻ, പ്രൈം മിനിസ്റ്റർ ധൻ ധാന്യ കൃഷി യോജന ആൻഡ് നാഷണൽ പൾസസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഇതാണ് ഓപ്ഷൻസ്. അപ്പം കുറച്ച് ഇതിനകത്തുള്ള ചില ഓപ്ഷൻസ് ഒക്കെ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. ഇതിപ്പം ക്വസ്റ്റ്യൻ ഇത് നമുക്ക് ലോജിക്കലി ആൻസർ ചെയ്യാം. യൂണിയൻ ബഡ്ജറ്റ് 25-26 ഇത് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് സി ആണ്. ഓപ്ഷൻ സി, പ്രൈം മിനിസ്റ്റർ ധൻ ധാന്യ കൃഷി യോജന. ഇതിന്റെ ഒരു എയിം എന്ന് പറയുന്നത് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു 100 ലോ പ്രൊഡക്ടിവിറ്റി ഉള്ള ഒരു 100 ഡിസ്ട്രിക്ട്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. ആൻഡ് ഇത് ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയിൽ ആകമാനം 1.7 crore ഫാമേഴ്സിനെ ബെനിഫിറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ്. ആൻഡ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ധൻ ധാന്യ കൃഷി യോജന ഫോർ അറ്റൈനിങ് സെൽഫ് റിലയൻസ് ഇൻ പൾസസ് പ്രൊഡക്ഷൻ. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് മോഡേൺ ടെക്നിക്സ് ഉപയോഗിച്ച് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുക, ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരിക, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫാമിംഗ് പ്രാക്ടീസസ് ഫാമേഴ്സിന് ഇടയിലേക്ക് കൊണ്ടുവരിക. ആൻഡ് നമ്മുടെ ഫാമേഴ്സ് നേരിടുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോറേജിന് പ്രോപ്പർ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഇല്ലാത്തതാണ്. അപ്പൊ സ്റ്റോറേജ് ഫെസിലിറ്റീസ് സ്ട്രെങ്തൻ ചെയ്യിക്കുക, പഞ്ചായത്ത് ലെവലിലും ബ്ലോക്ക് ലെവലിലും അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അഗ്രികൾച്ചർ നമ്മുടെ അഗ്രേറിയൻ എക്കണോമിയാണ്. അപ്പൊ നമ്മള് മൺസൂണിയും റെയിൻഫാളിലേക്ക് ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഡിപ്പെൻഡൻസി കുറച്ച് ഇറിഗേഷൻ ഫെസിലിറ്റീസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇതിന്റെ ഒബ്ജക്റ്റീവ് ആണ്. ആൻഡ് പിന്നെ ലോങ് ടേമും ഷോർട്ട് ടേമും ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഫാമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് ഇതിന്റെ പ്രൈം മിനിസ്റ്റർ ധൻ ധാന്യ കൃഷി യോജനയുടെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സ്റ്റേറ്റ് is set to have a മഖ്ന ബോർഡ് established under the യൂണിയൻ ബഡ്ജറ്റ്? എന്താണ് മഖ്ന? മഖ്ന എന്ന് പറയുന്നത് ഫോക്സ് നട്ട്, ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് ക്രോപ്പ് ആണ് ഈ മഖ്ന എന്ന് പറയുന്നത്. ഏത് സ്റ്റേറ്റിലാണ് ഈ മഖ്ന ബോർഡ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ബജറ്റിലൂടെ തീരുമാനിച്ചത്? ബജറ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആയത് കാരണമാണ്. ഓപ്ഷൻസ് നോക്കാം. ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ആൻഡ് ഒഡീഷ. ഏതായിരിക്കും മഖ്ന ബോർഡ്? ബീഹാർ. ബീഹാർ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. അതായത് ബീഹാറിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബോർഡാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ കൂടെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി, ഓന്റർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സംരംഭം, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ബീഹാറിൽ തന്നെ ഗവൺമെന്റ് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഫുഡ് പ്രോസസിംഗ് സെക്ടറിനെ, പ്രൊഡക്ഷനെ, പ്രോസസിംഗിനെ, മാർക്കറ്റിംഗിനെ, വാല്യൂ അഡീഷനെ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെറ്റപ്പ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫാമേഴ്സിന് അവരുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എയ്ഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ആൻഡ് ഓൺടർപ്രണോറിയൽ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നമുക്കറിയാം പൂർവോദയ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിഷൻ ആണ്. അത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനെ ഓഫ് നെഗ്ലക്റ്റഡ് ആയിട്ടാണ് പലരും പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഒരു നെഗ്ലക്റ്റഡ് പൊസിഷനിലാണ് കിടക്കുന്നതെന്ന് പലരും കണ്ടം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു
കോണ്ടെക്സ്റ്റിലാണ് ഗവൺമെന്റ് പൂർവോദയ മിഷൻ, പൂർവോദയ എന്ന് പറയുന്നത് പൂർവ്വം എന്ന് പറഞ്ഞാൽ എന്താണ് ഈസ്റ്റ്, അപ്പൊ നോർത്ത് ഈസ്റ്റേൺ ഭാഗത്ത് പൂർവോദയ മിഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അതിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു മെഷറായിട്ട് നമുക്ക് ഈ മഖ്ന ബോർഡിനെയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റിനെയും കാണാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which organization serving as the implementation agency for the Kerala State Electricity Board 125 megawatt or 500 megawatt hour battery energy storage system project at Mailatti substation in Kasaragod? അതായത് കാസർഗോഡ് മൈലാട്ടി സബ്സ്റ്റേഷൻ KCB യുടെ അണ്ടറിലാണ് ഇരിക്കുന്നത്. അവിടെ ഒരു പുതിയ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ബെസ് എന്ന് പറയും, അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സെറ്റപ്പ് ചെയ്യാനായിട്ട് KCB ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ ഏജൻസി ആയിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ വന്നിട്ടുള്ളത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ, സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്. അപ്പൊ ഈ ഓപ്ഷൻസ് എല്ലാം നമുക്ക് സുപരിചിതമായിട്ടുള്ള ഓപ്ഷൻസ് ആണ്. ഇതിനകത്ത് ആൻസർ വരുന്നത് ഏത് ഓർഗനൈസേഷൻ ആണ് KCB ഇംപ്ലിമെന്റേഷൻ ഏജൻസി ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിന്റെ എന്ന് പറഞ്ഞാൽ ആൻസർ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് ആയിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ട് കുറെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു. അവർക്ക് ഫേവേഴ്സ് ഒക്കെ ചെയ്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളതായിരുന്നു ഈ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആകമാനം ഈ റിന്യൂവബിൾ എനർജി പ്രോജക്ട്സ് ഒക്കെ അണ്ടർടേക്ക് ചെയ്യുന്നത് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. അപ്പം ഇവരെന്ന് പറഞ്ഞൊരു നവരത്ന പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. ഗവൺമെന്റിന്റെ തന്നെ PSUs എന്താണ് കുറച്ച് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനെയാണ് നമ്മൾ നവരത്ന എന്ന് പറയുന്ന ലേബിൾ കൊടുക്കുന്നത്. ഒരു നവരത്ന പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ് സെസി എന്ന് പറയുന്ന സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അപ്പം ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് കേരള പവർ സിസ്റ്റത്തിനെ കുറച്ചും കൂടി ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് റിന്യൂവബിൾ എനർജി സോഴ്സസ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനാണ് ഈ ഒരു പ്രോജക്ട് എയിം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആൻസർ അപ്പൊ സെസി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം മൈലാട്ടി സബ്സ്റ്റേഷൻ കാസർഗോഡിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് KCB ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കൺട്രി ഈസ് ഹോസ്റ്റിംഗ് G20 summit in 2025? അപ്പൊ G20 എന്താണ്? അതൊരു ഇന്റർനാഷണൽ ഫോറം ആണ്. പല കൺട്രീസും കൺട്രീസിന്റെ ഹെഡ്സും എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്യുന്നതിനും ഫൈനാൻഷ്യൽ ആൻഡ് ഇക്കണോമിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസും സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോറം ആണ് G20 എന്ന് പറയുന്നത്. G20യിൽ ഇപ്പം കഴിഞ്ഞ വർഷം ഇന്ത്യയിലായിരുന്നു G20 പ്രസിഡൻസി, കഴിഞ്ഞ വർഷം ബ്രസീലിലായിരുന്നു. ഇന്ത്യയിലെ പ്രസിഡൻസി നടന്നിരുന്ന സമയത്തായിരുന്നു ആഫ്രിക്കൻ യൂണിയൻ ഇതുമായിട്ട് ജോയിൻ ആയത്. ഈവൻ ദോ നമ്മൾ പേര് മാറ്റിയിട്ടില്ല, G20 എന്ന് തന്നെയാണ്. ആഫ്രിക്കൻ യൂണിയൻ ഉണ്ട്, യൂറോപ്യൻ യൂണിയൻ ഉണ്ട്, ആൻഡ് 19 കൺട്രീസ്. അപ്പം ഏത് രാജ്യമാണ് 2025 G20 സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇന്ത്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ചൈന. ഇന്ത്യയും ബ്രസീലും നമുക്ക് ഔട്ട് ചെയ്ത് കളയാം, കാരണം അവർ കഴിഞ്ഞിട്ടുള്ളതാണ്. 25 G20 സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്യുന്നത് ഓപ്ഷൻ സി സൗത്ത് ആഫ്രിക്കയാണ്. ഓക്കെ, ആഫ്രിക്കൻ കോണ്ടിനെന്റില് ഫസ്റ്റ് ടൈം ആണ് G20 സമ്മിറ്റ് നടക്കുന്നത്. ആൻഡ് ഇതിന്റെ തീം എന്ന് പറയുന്നത് സോളിഡാരിറ്റി, ഈക്വാലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി ആണ്. ഇത് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? സൗത്ത് ആഫ്രിക്കയുടെ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലുള്ള ഫോക്കസിനെയാണ് ഈ ഒരു തീം പ്രകടിപ്പിക്കുന്നത്. ആൻഡ് ഈ ഒരു പ്രസിഡൻസി സൗത്ത് ആഫ്രിക്കയുടെ അണ്ടറിൽ വരുന്നത് December 1st, 2024 മുതൽ November 30, 2025 വരെയാണ് പ്രസിഡൻസി. അതിനുശേഷം അടുത്ത രാജ്യത്തേക്ക് പ്രസിഡൻസി കൈമാറും. ആ ഒരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് ദ പ്രൈമറി ഫോക്കസ് ഓഫ് ദ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് IBCA launched by India? ഇതിന്റെ പ്രൈമറി ഫോക്കസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യ ലോഞ്ച് ചെയ്തതാണ്. ഓപ്ഷൻസ് നോക്കാം. കൺസർവേഷൻ ഓഫ് ഓൾ വൈൽഡ് കാറ്റ് സ്പീഷീസ്, പ്രൊട്ടക്ഷൻ ഓഫ് ഡൊമസ്റ്റിക് കാറ്റ് ബ്രീഡ്സ്, ഗ്ലോബൽ കൺസർവേഷൻ ഓഫ് 7 മേജർ ബിഗ് കാറ്റ്സ്, ഫണ്ടിങ് സൂസ് വേൾഡ് വൈഡ്. എന്തായിരിക്കും ഇതിന്റെ ആൻസർ വരിക? ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഗ്ലോബൽ കൺസർവേഷൻ ഓഫ് 7 മേജർ ബിഗ് കാറ്റ്സ്. ആരൊക്കെയാണ് ഈ 7 മേജർ ബിഗ് കാറ്റ്സ് എന്ന് പറയുന്നത്? ലയൺ, ലെപ്പേർഡ്, സ്നോ ലെപ്പേർഡ്, ചീറ്റ, ജാഗ്വർ, പൂമ, ടൈഗർ. ഇത്രയും പേരെയാണ് നമ്മൾ 7 മേജർ ബിഗ് കാറ്റ്സ് എന്ന് പറയുന്നത്. ഇവരുടെ കൺസർവേഷനും പ്രൊട്ടക്ഷനും വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്. ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇന്ത്യയാണ്. 2023 ലോഞ്ച് ചെയ്തത്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ അണ്ടറിലായിരുന്നു. നമ്മുടെ പ്രോജക്ട് ടൈഗർ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് 18% ഹാബിറ്റാറ്റിൽ ലോകത്തിലെ തന്നെ 70% വേൾഡ് ടൈഗർ സ്പീഷീസിനെ അക്കോമഡേറ്റ് ചെയ്യുന്നത് ഇന്ത്യയാണ്. ആൻഡ് ഈ പ്രോജക്ട് ടൈഗർ ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ടൈഗർ പോപ്പുലേഷന് കൺസിഡറബിൾ ആയിട്ടുള്ള ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇതിന്റെ അണ്ടറിൽ നമുക്ക് ഈ പ്രോജക്ട് ടൈഗറിന്റെ 50th ആനിവേഴ്സറിയിലാണ് നമ്മൾ ഈ ഒരു IBCA ലോഞ്ച് ചെയ്തത്. ആൻഡ് അതാണ് അതിന്റെ ഫൗണ്ടിങ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇന്ത്യ വരും, നിക്കരാഗോ വരും, എസ്വാറ്റിനി വരും, സൊമാലിയ വരും. എല്ലാം ഇതിന്റെ ഫൗണ്ടിങ് മെമ്പേഴ്സ് ആണ് IBCA യുടെ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഇന്റർനാഷണൽ ബോഡി ഹാസ് കണ്ടംഡ് ദ US പ്രൊപ്പോസൽ ഫോർ ഗാസ ആസ് എത്നിക് ക്ലെൻസിംഗ്? അതായത് ഇപ്പൊ അറിയാം, ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം നടക്കുകയാണ്. US ഇപ്പൊ പുതിയ പ്രസിഡന്റ് വന്നു, ഡൊണാൾഡ് ട്രംപ് വന്നു. അങ്ങനെ പുള്ളി വന്നതിന് ശേഷം നടത്തിയ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് എല്ലാം നമ്മൾ കേട്ടു. ഇപ്പൊ ഈ WHO നിന്നൊക്കെ പിന്മാറിയതും എല്ലാം നമ്മൾ അറിഞ്ഞു. ആൻഡ് എന്താണ് US പുതിയൊരു പ്രൊപ്പോസൽ വന്നത്? അത് ഗാസയെ നമ്മൾ എടുക്കാൻ പോവാണ്, ഗാസയും എടുക്കാൻ പോവാണെന്നാണ് ട്രംപ് പറയുന്നത്. ആൻഡ് പാലസ്തീനിയൻ പോപ്പുലേഷനെ റീലൊക്കേറ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിനെ എങ്ങനെയാണ് ലോക രാജ്യങ്ങളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹെഡ്സും എല്ലാം അനലൈസ് ചെയ്തിട്ടുള്ളത് നോക്കുവാണെങ്കിൽ ആരാണ് എത്നിക് ക്ലെൻസിംഗ് എന്ന് പറഞ്ഞൊരു US പ്രൊപ്പോസലിനെ കണ്ടം ചെയ്തതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് വന്നിട്ട് നേറ്റോ, യുണൈറ്റഡ് നേഷൻസ്, യൂറോപ്യൻ യൂണിയൻ, അറബ് ലീഗ്. ആരായിരിക്കും? യുണൈറ്റഡ് നേഷൻസ് ആണ്. യുണൈറ്റഡ് നേഷൻസ് ആണ് US ഒരു പ്രൊപ്പോസലിനെ എത്നിക് ക്ലെൻസിംഗ് എന്ന് ലേബിൾ ചെയ്തത്, കണ്ടം ചെയ്തത്. അപ്പോ പുള്ളി പറഞ്ഞത് ഗാസയെ റൈവിയറ ഓഫ് ദ മിഡിൽ ഈസ്റ്റ് ആക്കുന്നതാണ്. അതായത് ഒരു റൈവിയറാന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, ഭയങ്കര റിസോർട്ടിനൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം എന്നാണ് ഈ റൈവിയറ ഓഫ് ദ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്. മിഡിൽ ഈസ്റ്റിൽ തന്നെ ആ ഒരു ഇങ്ങനത്തെ ഒരു ലൊക്കേഷൻ ആക്കുന്നതാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അവിടെയുള്ള പാലസ്തീൻ പോപ്പുലേഷനെ പല സ്ഥലങ്ങളായിട്ട് റീലൊക്കേറ്റ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പൊ ഇതിനെ ലോകത്തെമ്പാടുമുള്ള രാജ്യ തലവന്മാരും യുണൈറ്റഡ് നേഷൻസ് ഉൾപ്പെടെ ഭയങ്കരമായിട്ട് കണ്ടം ചെയ്തിട്ടുണ്ട്. ഇതിനെ എത്നിക് ക്ലെൻസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഗവൺമെന്റ് ബോഡി ചെയർസ് ദ നാഷണൽ കമ്മീഷൻ ഫോർ സഫായി കർമ്മചാരീസ്? NCSK, നാഷണൽ കമ്മീഷൻ ഫോർ സഫായി കർമ്മചാരീസ്. ആരാണ് സഫായി കർമ്മചാരീസ്? ക്ലീനിങ് ചെയ്യില്ലേ, സാനിറ്റേഷൻ വർക്കേഴ്സ് ഇല്ലേ, അവരെയാണ് സഫായി കർമ്മചാരീസ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഏത് ഗവൺമെന്റ് ബോഡിയുടെ അണ്ടറിലാണെന്നാണ് ക്വസ്റ്റ്യൻ. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്, നീതി ആയോഗ്. ഏതായിരിക്കും ഇതിന്റെ ആൻസർ വരിക? സൊസൈറ്റിക്ക് വേണ്ടിയല്ലേ ഇവര് വർക്ക് ചെയ്യുന്നത്, അപ്പൊ എന്ത് വരും? സോഷ്യൽ ജസ്റ്റിസ് ആയിരിക്കും അല്ലെ? നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്, അതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. ആ ഒരു ഗവൺമെന്റ് ബോഡിയാണ് നാഷണൽ കമ്മീഷൻ ഫോർ സഫായി കർമ്മചാരീസ് ചെയർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കാൻ കാരണം ഈ ഒരു നാഷണൽ കമ്മീഷൻ ഫോർ സഫായി കർമ്മചാരീസിന്റെ ടെന്യൂർ എന്ന് പറയുന്ന ഒരു 3 years കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ്. April 2025 നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് March 31, 2028 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് ഈ ഒരു NCSKയുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഈ ക്ലീനിങ് ടാസ്കിലൊക്കെ ഏർപ്പെടുന്ന സാനിറ്റേഷൻ വർക്കേഴ്സ്, അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹസാർഡസ് ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻ ആണ്. അവർക്ക് ഏത് സമയവും ജീവൻ തന്നെ നഷ്ടപ്പെടാൻ പറ്റുന്ന സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പൊ അവരുടെ ഇടയിൽ ഈ ഒരു ഫാറ്റലിറ്റീസ് കുറയ്ക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ്, അവർക്ക് പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യത്തിൽ രൂപീകരിച്ചിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് നാഷണൽ കമ്മീഷൻ ഫോർ സഫായി കർമ്മചാരീസ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് 1994 ആണ് ഒരു സ്റ്റേറ്റ്യൂട്ടറി ബോഡി ആവുന്നത്, ആസ് പെർ 1993 നാഷണൽ കമ്മീഷൻ ഫോർ സഫായി കർമ്മചാരീസ് ആക്ട്. അപ്പം ഇത് ഏത് ഗവൺമെന്റ് ബോർഡ് അണ്ടറിലാണ് വരുന്നത്? സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11. Which 2 countries co-chaired the AI Action Summit 2025? 2025 AI Action Summit co-chair ചെയ്തിട്ടുള്ള കൺട്രീസ് ആരൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻ നോക്കാം. A, United States and United Kingdom, B, France and Germany, C, France and India, and D, China and Russia. റീസെന്റ് നമ്മൾ ന്യൂസ് പേപ്പറിൽ എല്ലാം കണ്ടതാണ് ഈ 2 കൺട്രി ഹെഡ്സ് ഉള്ള ഫോട്ടോസ്, അവർ രണ്ടുപേരും ഇരിക്കുന്ന ഫോട്ടോസ് കണ്ടതാണ്. ആരൊക്കെയായിരുന്നു? ഇമാനുവൽ മക്രോൺ ആൻഡ് നരേന്ദ്രമോദി ആയിരുന്നു. അപ്പൊ ഏത് കൺട്രീസ് ആയിരിക്കും കോചെയർ ചെയ്തിട്ടുള്ളത്? ഫ്രാൻസ് ആൻഡ് ഇന്ത്യ. അവരാണ് 2025 AI ആക്ഷൻ സമ്മിറ്റ് കോചെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു സമ്മിറ്റ് എയിം ചെയ്തിട്ടുള്ളത് സസ്റ്റൈനബിൾ AIയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട്, അതിന്റെ സയന്റിഫിക് ഫൗണ്ടേഷൻസ് എന്തൊക്കെയാണ്, സൊല്യൂഷൻസ് എന്താണ്, പ്രോബ്ലംസ് വരുമ്പോൾ ഏതൊക്കെ സ്റ്റാൻഡേർഡ്സ് ആണ് സെറ്റ് ചെയ്യേണ്ടുന്നത് എന്നൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് AI ആക്ഷൻ സമ്മിറ്റ് നടത്തിയത്. ആൻഡ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഹി സ്ട്രെസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡെമോക്രാറ്റൈസിങ് ടെക്നോളജി. ആൻഡ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻക്ലൂസിവിറ്റി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഈ AIയുടെ യൂസിൽ ഇൻക്ലൂസിവിറ്റി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത് കുറച്ചുകൂടി ഡെമോക്രാറ്റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഈ ഒരു സമ്മിറ്റിൽ നരേന്ദ്രമോദി സ്ട്രെസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എസ്പെഷ്യലി വിത്ത് റിഗാർഡ്സ് ടു ഗ്ലോബൽ സൗത്തിനെ ഓഫ് നെഗ്ലക്റ്റഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ആൻഡ് ഗ്ലോബൽ സൗത്തിലും എല്ലാം ഈ ഒരു AIയുടെ യൂസ് സസ്റ്റൈനബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇമ്പോർട്ടൻസിനെ സ്ട്രെസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ US-ഉം UK-യും ഈ ഒരു ഡിക്ലറേഷൻ സൈൻ ചെയ്തിട്ടില്ല. ദേ വർ കൺസേൺഡ് അബൌട്ട് എങ്ങനെയായിരിക്കും ഈ AIയുടെ
ഗവർണൻസ് ഗ്ലോബലി നടക്കുന്നത്, അതിന്റെ സെക്യൂരിറ്റി ഇംപ്ലിക്കേഷൻസ് എങ്ങനെയാണ് എന്നുള്ളതിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത കാരണം UK and USA refused to sign. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which Indian state following Kerala has granted terminally ill patients the right to die with dignity through passive euthanasia? അപ്പം റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി എന്താണെന്നാണ് നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യുന്നത്. കേരള ഇത് ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. പാസീവ് യൂത്തനേഷ്യ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ആക്റ്റീവ് യൂത്തനേഷ്യ ഉണ്ട്, പാസീവ് യൂത്തനേഷ്യ ഉണ്ട്. ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പാസീവ് യൂത്തനേഷ്യ ആണ്. ഏതൊക്കെയാണ് ഓപ്ഷൻസ് വരുന്നത്? തമിഴ്നാട്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്. കേരള ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്തു. കേരളത്തിന് ശേഷം ഏത് സ്റ്റേറ്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ സി, കർണാടകയാണ്. അതായത് സുപ്രീം കോടതി ജാനുവരി 24, 2023 ഒരു വേർഡിക്റ്റ് പറഞ്ഞിരുന്നു. അതായത് റൈറ്റ് ടു ലൈഫ് അണ്ടർ ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫിനെ പറ്റി പറയുന്നുണ്ട്. റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. അപ്പം അത് പ്രകാരം ഈ റൈറ്റ് ടു ലൈഫിനകത്ത് റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റിയും ഇൻക്ലൂഡഡ് ആണ് എന്ന് സുപ്രീം കോർട്ട് റൂൾ ചെയ്തു. ആൻഡ് അങ്ങനെ കേരള അത് ഇംപ്ലിമെന്റ് ചെയ്തു. കേരളത്തിന് ശേഷം കർണാടക ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതായത് ഈ ഒരു പാസീവ് യൂത്തനേഷ്യ കൊടുക്കുന്ന എപ്പോഴാന്ന് പറഞ്ഞാൽ ഒരു ടെർമിനലി ഇല്ലായിട്ടുള്ള ഒരാളാണ്, അത് പെർസിസ്റ്റന്റ് ആയിട്ടുള്ള വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. പുള്ളിക്ക് രക്ഷപ്പെടാനായിട്ട് ഇനി ഒരു ഹോപ്പ് ഇല്ല. അങ്ങനെ ഒരു അവസരത്തിൽ വരികയാണെങ്കിൽ വിത്ത് അപ്രൂവൽ ഓഫ് ദ ട്രീറ്റിംഗ് ഡോക്ടർ എന്ത് ചെയ്യാം? ഈ ലൈഫ് സസ്റ്റൈനിങ് മെഷേഴ്സും എക്യുപ്മെന്റ്സും ഒക്കെ നമുക്ക് വിത്ഡ്രോ ചെയ്യാം. അതിനാണ് പാസീവ് യൂത്തനേഷ്യ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് കർണാടക അലൗ ചെയ്തു. അതാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 13. Which ministries will jointly lead the export promotion mission associated with Bharat Trade Net? Bharat Trade Net എന്ന് പറയുന്നത് അതും ഈ യൂണിയൻ ബഡ്ജറ്റ് 25 അനൗൺസ് ചെയ്തിട്ടുള്ളതാണ്. 25-26 ഏതൊക്കെ മിനിസ്ട്രീസ് ആണ് ജോയിന്റ്ലി ലീഡ് ചെയ്യുന്നതെന്നാണ് ഈ ഒരു ഭാരത് നെറ്റിൽ അണ്ടറിലുള്ള എക്സ്പോർട്ട് പ്രൊമോഷൻ മിഷൻ. ഓപ്ഷൻസ് നോക്കാം. മിനിസ്ട്രി ഓഫ് കോമേഴ്സ്, MSME, ഫൈനാൻസ്. മിനിസ്ട്രീസ് ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, ഹോം അഫയേഴ്സ്, ഫൈനാൻസ്. Ministries of Commerce, Education, Health, Ministry of Defense, Agriculture and Finance. ഏത് മിനിസ്ട്രീസ് ആണ് ലീഡ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. എക്സ്പോർട്ട് പ്രൊമോഷൻ മിഷൻ അണ്ടർ ഭാരത് ട്രേഡ് നെറ്റ്. ആൻസർ ഓപ്ഷൻ എ ആണ്. മിനിസ്ട്രീസ് ഓഫ് കൊമേഴ്സ്, MSME ആൻഡ് ഫൈനാൻസ്. അപ്പൊ ഭാരത് ട്രേഡ് നെറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി ഇത് MSMEസിനെ എയിം ചെയ്തുകൊണ്ട് കൂടെയുള്ള ഒരു മിഷനാണ് ഭാരത് ട്രേഡ് നെറ്റ് എന്ന് പറയുന്നത്. ഈ ട്രേഡ് ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ടും ഫൈനാൻസിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുക. ഇന്റർനാഷണൽ ട്രേഡില് MSMEസിനും ബിസിനസിനും എല്ലാം ഫൈനാൻസിങ്ങിന് വേണ്ടിയിട്ടും ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ടും ഒരു യൂണിഫൈഡ് പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ ഒരു ഭാരത് ട്രേഡ് നെറ്റ് ഗവൺമെന്റ് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമ്മുടെ ഇന്റർനാഷണൽ ട്രേഡിൽ ഉണ്ടാവുന്ന കോസ്റ്റ് ഒക്കെ കുറയ്ക്കാനും എഫിഷ്യൻസി കൂട്ടാനും ഒക്കെ ഈ ഒരു മിഷൻ വഴി സാധ്യമാകും എന്നുള്ള ലക്ഷ്യത്തിലാണ് ഗവൺമെന്റ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഭാരത് ട്രേഡ് നെറ്റ്. MSME ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, ഫൈനാൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ദ ന്യൂക്ലിയർ എനർജി മിഷൻ ഫോർ വികസിത് ഭാരത് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ യൂണിയൻ ബഡ്ജറ്റ് 25-26? ന്യൂക്ലിയർ എനർജി മിഷനെ പറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻ. അതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ്? Option A, to phase out nuclear energy in favor of renewable sources, to enhance domestic nuclear capabilities and foster private sector participation, to import nuclear technology from other countries, to focus solely on large scale nuclear reactors. ഇതാണ് ഓപ്ഷൻസ്. എന്തായിരിക്കും ഇതിന്റെ ആൻസർ? ന്യൂക്ലിയർ എനർജി മിഷൻ ഫോർ വികസിത് ഭാരത് എന്തായിരിക്കും? ഓപ്ഷൻ ബി ആണ്. To enhance domestic nuclear capabilities and foster private sector participation. അപ്പൊ നമ്മുടെ ഈ ഒരു ന്യൂക്ലിയർ എനർജി മിഷൻ പ്രകാരം നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ന്യൂക്ലിയർ ഇൻഫ്രാസ്ട്രക്ചറിനെ സ്ട്രെങ്തൻ ചെയ്യിക്കുക, പ്രൈവറ്റ് സെക്ടറിന്റെ ഇൻവോൾവ്മെന്റ് കൂട്ടുക, ഈ ഒരു ന്യൂക്ലിയർ എനർജിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റില് പ്രൈവറ്റ് സെക്ടറിന്റെ പാർട്ടിസിപ്പേഷൻ കൂട്ടുക എന്നൊക്കെയുള്ള എയിം വെച്ചിട്ടാണ് ഈ ഒരു മിഷൻ ഗവൺമെന്റ് ന്യൂക്ലിയർ എനർജി മിഷൻ ഫോർ വികസിത് ഭാരത് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. 2000 crore ആണ് ഇവിടെ അലോക്കേഷൻ വന്നിട്ടുള്ളത്. സ്മോൾ മോഡുലർ റിയാക്ടേഴ്സ് എന്ന് പറയും, SMR. നമ്മൾ ഡൊമസ്റ്റിക് ന്യൂക്ലിയർ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് SMR സ്മോൾ മോഡുലർ റിയാക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് 2033 ആവുമ്പോഴത്തേക്കും ഏകദേശം 5 ഇൻഡൈജനസ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള
ഇൻഡൈജനസ്ലി ഡിസൈൻഡ് ആയിട്ടുള്ള SMRs കൊണ്ടുവരിക, എസ്റ്റാബ്ലിഷ് ചെയ്യുക, സ്മോൾ മോഡ്യുലർ റിയാക്ടേഴ്സ് കൊണ്ടുവരിക എന്നുള്ളത് ഇതിന്റെ എയിമിൽ ഒന്നാണ്. ആൻഡ് 100 GW 2047 ആവുമ്പോഴത്തേനും 100 GW ന്യൂക്ലിയർ എനർജി കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഈ മിഷന്റെ എയിം ആണ്. അപ്പൊ പ്രൈവറ്റ് സെക്ടറിന്റെ ഇൻവോൾവ്മെന്റ് കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓൾറെഡി ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പല ആക്ടും അമെൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അറ്റോമിക് എനർജി ആക്ടും സിവിൽ ലയബിലിറ്റി ഫോർ ന്യൂക്ലിയർ ഡാമേജ് ആക്ടും എല്ലാം ഒന്ന് റെഗുലേറ്റ് ചെയ്ത് അവരെ കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിൽ, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിൽ, അവരുടെ ഇൻവോൾവ്മെന്റ് കൂട്ടുന്ന തരത്തിൽ കൊണ്ടുവരാനായിട്ടാണ് ഈ ഒരു ന്യൂക്ലിയർ എനർജി മിഷൻ ഫോർ വികസിത് ഭാരത് എയിം ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What does CCTNS stand for? CCTNS. Options നോക്കാം. Crime and Criminal Tracking Network and Strength, Crime and Criminal Tracking Network and Systems, Crime and Criminal Tracking Nexus and Systems, Criminal and Crime Tracking Network and Systems. എന്താണ് ഇതിന്റെ ആൻസർ വരിക? CCTNS. ഇത് പോലീസിംഗിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഡിജിറ്റൽ പോലീസിംഗിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് CCTNS എന്ന് പറയുന്നത്. ഇതിന്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി ആണ്, ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് സിസ്റ്റം. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കോംപ്രിഹെൻസീവ് ആയിട്ട്, ഇന്റഗ്രേറ്റഡ് ആയിട്ട് ഒരു ഇഫക്റ്റീവ് പോലീസിംഗ് ഈ ഗവർണൻസിലൂടെ നടത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ ഒരു സംരംഭം CCTNS ഗവൺമെന്റ് ലോഞ്ച് ചെയ്തത്. ഇത് 2009 CCTNS കൊണ്ടുവന്നത്. നമുക്ക് അറിയാം, മുംബൈ ടെററിസ്റ്റ് അറ്റാക്കിന്റെ ഭാഗമായിട്ട് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് 26/11 അറ്റാക്സിന്റെ ഭാഗമായിട്ടാണ് CCTNS പ്രോജക്ട് ഗവൺമെന്റ് 2009 ഇംപ്ലിമെന്റ് ചെയ്തത്. ഒരു സീംലെസ് കണക്ടിവിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യയിലെ പല പോലീസ് സ്റ്റേഷൻസ് ആയിട്ട് ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരു സീംലെസ് കണക്ടിവിറ്റി കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിലാണ് 2009 CCTNS ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ ഞാനിവിടെ ഇന്റഗ്രേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു CCTNSന് വേണ്ടിയിട്ടും ബജറ്റിൽ ഒരുപാട് അലോക്കേഷൻ വന്നിട്ടുണ്ട്. ഇത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിലാണ് ഈ ഒരു പ്രോജക്റ്റ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ടെക്നിക്സ്, IT എനേബിൾഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ട്രാക്കിംഗ് സിസ്റ്റം ഇതിൽ കൊണ്ടുവരാനായിട്ട്, ക്രൈം ഇൻവെസ്റ്റിഗേഷനും ക്രിമിനൽസിനെ ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ കൊണ്ടുവരാനായിട്ട് ഗവൺമെന്റ് ഉദ്ദേശിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ദ ഭാരതീയ ഭാഷ പുസ്തക് സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ യൂണിയൻ ബജറ്റ് 25-26? എന്നാണ് ഭാരതീയ ഭാഷാ പുസ്തക് സ്കീമിനെ പറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ടു പ്രൊവൈഡ് ഫ്രീ എഡ്യൂക്കേഷൻ ടു ഓൾ സ്റ്റുഡൻസ്, ടു ഓഫർ ഡിജിറ്റൽ ഫോം ഇന്ത്യൻ ലാംഗ്വേജ് ബുക്സ് ഫോർ സ്കൂൾ ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ, to establish new universities across India, and to fund private sector research and development. എന്തിനാണ് ഭാരതീയ ഭാഷാ പുസ്തക് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. ടു ഓഫർ ഡിജിറ്റൽ ഫോം ഇന്ത്യൻ ലാംഗ്വേജ് ബുക്സ് ഫോർ സ്കൂൾ ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ. ഓക്കെ, അതായത് ഈ ഭാരതീയ ഭാഷാ പുസ്തക് സ്കീം എന്ന് പറയുന്നത് ലേണിംഗിനെ കുറച്ചുകൂടി accessible ആക്കുക, ഇൻക്ലൂസീവ് ആക്കുക. ടെക്സ്റ്റ് ബുക്കും സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം പല ഇന്ത്യൻ ലാംഗ്വേജസ്, ഇന്ത്യയിൽ പലതരത്തിലുള്ള ലാംഗ്വേജസ് ഉണ്ട്. അപ്പൊ ഈ ലാംഗ്വേജസിലെല്ലാം ഈ ഒരു ടെക്സ്റ്റ് ബുക്സ് അവൈലബിൾ ആക്കുക, അങ്ങനെ ഇൻക്ലൂസിവിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എൻഷുർ ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഗവൺമെന്റ് ഈ ഒരു ഭാരതീയ ഭാഷാ പുസ്തക് സ്കീം കൊണ്ടുവരുന്നിട്ടുള്ളത്. അതിന്റെ ഓൾറെഡി ഒരു മിഷൻ, ഒരു പ്രോജക്റ്റ് ഇനിഷ്യേറ്റീവ് ഉണ്ട് ഇന്ത്യയിൽ, അസ്മിത എന്ന് പറയും. അതായത് ഓഗ്മെന്റിംഗ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ ഇന്ത്യൻ ലാംഗ്വേജസ് ത്രൂ ട്രാൻസ്ലേഷൻ ആൻഡ് അക്കാഡമിക് റൈറ്റിംഗ് എന്നാണ് അസ്മിത എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഭാരതീയ ഭാഷാ പുസ്തക് സ്കീം എന്ന് പറയുന്നത് ഈ ഒരു അസ്മിതയെ കോംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യും. അതായത് ഒരു മൾട്ടി ലിംഗ്വലിസം, എഡ്യൂക്കേഷനിൽ ഒരു മൾട്ടി ലിംഗ്വലിസം, എല്ലാ ലാംഗ്വേജിന്റെയും ഒരു പ്രസൻസ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ പല ഭാഷയിൽ ഉൾപ്പെടുന്ന ആൾക്കാർക്ക് അത് ഇൻക്ലൂസീവ് ആക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഭാരതീയ ഭാഷാ പുസ്തക് സ്കീം വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എത്തിമാദ് is a ballistic missile developed by which country? എത്തിമാദ് ഏത് കൺട്രിയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഈ ബാലിസ്റ്റിക് മിസൈൽ ആണ് ക്വസ്റ്റ്യൻ. ഇറാഖ്, ഇറാൻ, സിറിയ, സൗദി. ഏത് രാജ്യമായിരിക്കും? ഈ രാജ്യം തന്നെയാണ് ഫത്ത എന്ന് പറയുന്ന ഒരു മിസൈലും ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോറി, ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഇറാൻ ആണ്. ഇത് 2025 ഫെബ്രുവരിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇറാൻ. ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 1700 കിലോമീറ്റേഴ്സ് ആണ്. അപ്പം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. കാരണം ഇപ്പോൾ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം നടന്നിരിക്കുന്ന സമയത്ത് ഈ 1700 റേഞ്ചിലൊക്കെ ആ രാജ്യങ്ങളും വരും. അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ആലോചിച്ചു വെക്കേണ്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിന് 16 മീറ്റേഴ്സ് ലെങ്ത് ഉണ്ട്, 1.25 മീറ്റേഴ്സ് ഡയമീറ്റർ ഉണ്ട്. നല്ല പ്രിസിഷൻ ഗൈഡഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. അതായത് ആക്യുറേറ്റ് പോയിന്റിൽ പോയിട്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനായിട്ട് പറ്റും.
അപ്പം ഈ ഒരു മിസൈൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത് മസൂദ് പെസസ്കിയൻ ആണ് അവിടുത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. പുള്ളി അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു സെറിമണിയിൽ വെച്ചിട്ടാണ് എത്തിമാദിനെ പ്രസന്റ് ചെയ്തത്. ആൻഡ് എത്തിമാദ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ട്രസ്റ്റ് എന്നാണ്, വിശ്വാസം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓർഗനൈസേഷൻ ഡെവലപ്ഡ് ദ H3 rocket used to launch the Michibiki 6 satellite? H3 റോക്കറ്റ് സീരീസ് ഉപയോഗിച്ചിട്ട് മിച്ചിബിക്കി 6 സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തത് ഏത് ഓർഗനൈസേഷൻ ആണെന്നാണ്? സ്പേസ് എക്സ്, നാസ, മിറ്റ്സുബിഷി ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് റോസ്കോസ്മോസ്. സ്പേസ് എക്സ് നമുക്കറിയാം ഇലോൺ മസ്കിന്റെ, നാസ US, റോസ്കോസ്മോസ് റഷ്യ ആണ്, മിറ്റ്സുബിഷി ഹെവി ഇൻഡസ്ട്രീസ് ആണ് ഇവിടെ ആൻസർ വരിക. അതായത് ഈ H3 റോക്കറ്റ് സീരീസ് എന്ന് പറയുന്നത് ജാക്സ, ജാപ്പനീസ് സ്പേസ് ഏജൻസിയും മിറ്റ്സുബിഷി ഹെവി ഇൻഡസ്ട്രീസും കൊളാബറേറ്റീവ്ലി ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു H3 റോക്കറ്റ് സീരീസ് എന്ന് പറയുന്നത്. ഈ മിച്ചിബിക്കി സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത് അവിടുത്തെ ലൊക്കേഷൻ ഡേറ്റ, ഗ്ലോബൽ പൊസിഷനിങ്, ഇപ്പം US-ന്റെ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഉണ്ടല്ലോ GPS, അതുമായിട്ടൊക്കെ എന്താ കോംപ്ലിമെന്റ് ചെയ്തിട്ടാണ് ഇത് ജപ്പാനിൽ ഈ പൊസിഷനിങ്ങിന് വേണ്ടിയിട്ട്, ലൊക്കേഷൻ ഡേറ്റയിൽ ഹൈ പ്രിസിഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സാറ്റലൈറ്റ്. ആൻഡ് ഇത് സെന്റിമീറ്റർ ലെവൽ ആക്യുറസി പ്രൊവൈഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ജപ്പാനിലെ തന്നെ ക്വാസി സെനറ്റ് സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണ് പറയാ, QZSS. അവർ അതിനൊരു ക്രൂഷ്യൽ അഡീഷൻ ആയിട്ട് ഈ ഒരു മിച്ചിബിക്കി സാറ്റലൈറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ആൻഡ് അത് അവരുടെ ഈ ഒരു നാവിഗേഷൻ കേപ്പബിലിറ്റീസിനെ എൻഹാൻസ് ചെയ്യുന്ന തരത്തിലൊരു വാല്യുബിൾ അഡീഷൻ ആയിട്ടാണ് ഈ ഒരു മിച്ചിബിക്കി സാറ്റലൈറ്റ് ഡെവലപ്ഡ് ബൈ JAXA, ജാപ്പനീസ് സ്പേസ് ഏജൻസി, ആൻഡ് മിറ്റ്സുബിഷി ഹെവി ഇൻഡസ്ട്രീസ് കണക്കാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The term beggar the neighbor policy is associated with which economist? Beggar the neighbor policy ആരാണ് പ്രൊപ്പോണ്ട് ചെയ്തത്? ഏത് എക്കണോമിസ്റ്റ് ആണ് കൊണ്ടുവന്നത്? ഏത് എക്കണോമിസ്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ടേം നമുക്ക് കാണാൻ പറ്റുന്നതെന്നാണ് ഈ ഒരു പോളിസി. ആരാണ്? ജോൺ മെയ്നാർഡ് കെയ്ൻസ്, ആഡം സ്മിത്ത്, മിൽട്ടൺ ഫ്രീഡ്മൻ, ഡേവിഡ് റിക്കാർഡോ. ആരാണ്? ബെഗർ ദി നെയ്ബർ പോളിസി. ഇത് വളരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ് ഈ റീസെന്റ്. കാരണം US പോളിസിയെ ബെഗർ ദി നെയ്ബർ പോളിസി ആണെന്ന് പറഞ്ഞിട്ട് പലരും കണ്ടം ചെയ്തിട്ടുണ്ട്. ഇത് ആഡം സ്മിത്തിന്റെ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ബുക്കിലാണ് ഈ ഒരു പോളിസിയെ പറ്റി ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ബെഗർ ദി നെയ്ബർ പോളിസി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏതെങ്കിലും ഒരു രാജ്യം അവർക്ക് പ്രൊട്ടക്ഷനിസ്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കുകയാണ്, അതായത് അറ്റ് ദ കോസ്റ്റ് ഓഫ് അതർ നേഷൻസ്, അവരുടെ രാജ്യത്തിന്റെ ഇക്കണോമിയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സെൽഫിഷ് ഇൻട്രസ്റ്റോട് കൂടിയിട്ട് പോളിസീസ് എടുക്കുകയാണെങ്കിൽ അതിനെ ബെഗർ ദി നെയ്ബർ എന്ന് പറയുന്ന പോളിസി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഇപ്പൊ യുഎസില് ഗവൺമെന്റ് എടുക്കുന്ന, ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് എടുക്കുന്ന പോളിസീസ് എല്ലാം ഈ ഒരു മോഡലിലാണ് വരുന്നത്. താരിഫ് ഇമ്പോസ് ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, ചൈനയുടെ മുകളിലും മെക്സിക്കോയുടെ മുകളിലും കാനഡയുടെ മുകളിലും ഒക്കെ ഇമ്പോസ് ചെയ്യാൻ പറ്റുന്നതിനെ പറ്റി നമ്മൾ റീസെന്റ് ന്യൂസിൽ വായിച്ചിട്ടുണ്ട്. ആൻഡ് കോട്ടാസ്, ഇമ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള കോട്ടാസിന്റെ കാര്യത്തിലും കറൻസി ഡിവാലുവേഷൻ, എക്സ്പോർട്ട് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള കറൻസി ഡിവാലുവേഷന്റെ കാര്യത്തിലും ഒക്കെ കുറെ പ്രൊട്ടക്ഷനിസ്റ്റ് മെഷേഴ്സ് അണ്ടർടേക്ക് ചെയ്യുന്നത് ഈ ഒരു പോളിസിയുടെ ഭാഗമായിട്ടാണ്. ബെഗർ ദി നെയ്ബർ പോളിസിയുടെ ഭാഗമായിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. ഇത് ആദ്യമായിട്ട് നമുക്ക് കാണുന്നത് ആഡം സ്മിത്തിന്റെ 1776 വർക്ക് ആയിട്ടുള്ള ദ വെൽത്ത് ഓഫ് നേഷൻസിലാണ് ഇതിനകത്ത് പറയുന്നത്. ആൻഡ് ഇതിന്റെ ഭാഗമായിട്ട് ചൈന റീറ്റാലിയേറ്ററി ആയിട്ട് താരിഫ് ഇമ്പോസ് ചെയ്യുമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് ദ തീം ഓഫ് എയ്റോ ഇന്ത്യ 2025? അതൊരു എയർ എക്സിബിഷൻ ആണ്, എയർ ഷോ ആണ്, എയർ ക്രാഫ്റ്റ് ഏവിയേഷൻ എക്സിബിഷൻ ആണത്. അതിന്റെ തീം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. വിങ്സ് ഓഫ് ദ ഫ്യൂച്ചർ, ദ റൺവേ ടു എ ബില്യൺ ഓപ്പർച്യൂണിറ്റീസ്, ഏവിയേഷൻ ദ നെക്സ്റ്റ് ഫ്രോണ്ടിയർ, സ്കൈ ഇസ് ദ ലിമിറ്റ്. ഇതാണ് ഓപ്ഷൻസ്. ഇതിന്റെ ആൻസർ എന്താണെന്ന് നോക്കാം. വാട്ട് വാസ് ദ തീം ഓഫ് എയ്റോ ഇന്ത്യ 2025? ദ റൺവേ ടു എ ബില്യൺ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇതിന്റെ ആൻസർ. അതായത് 2025 ഈ എയ്റോ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബയനിയൽ ആയിട്ടുള്ള, അതായത് വർഷം 2 തവണ നടത്തുന്ന ഒരു എയറോസ്പേസ് എക്സിബിഷൻ ആണ്. ഇത് ഫെബ്രുവരി 10 to 14 യഹ്ലങ്ക എയർഫോഴ്സ് സ്റ്റേഷൻ ബാംഗ്ലൂരിലാണ് ഇത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ തീം നമ്മൾ പറഞ്ഞു, ദ റൺവേ ടു എ ബില്യൺ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതായത് നമ്മുടെ ഏവിയേഷനിലും ഡിഫൻസ് ടെക്നോളജീസിലുമുള്ള അഡ്വാൻസ്മെന്റിനെ ഷോക്കേസ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഈ ഒരു എക്സിബിഷൻ നടത്തുന്നത്. അത് ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ്സിനെയും വേരിയസ് ആയിട്ടുള്ള ഈ മാനുഫാക്ചറേഴ്സിനെയൊക്കെ, ഗ്ലോബലി ഉള്ള മാനുഫാക്ചറേഴ്സിനെയൊക്കെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ ഡിഫൻസ് പ്രൊഡക്ഷനിലുള്ള സെൽഫ് റിലയൻസിലോട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റിനെ ഇത് ഷോ ചെയ്യുന്നു, നമ്മുടെ എയറോസ്പേസ് കേപ്പബിലിറ്റീസിനെ ഇത് ഷോക്കേസ് ചെയ്യുന്നു. അതാണ് എയ്റോ ഇന്ത്യ 2025 എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഏഷ്യയിലെ തന്നെ ഒരു പ്രീമിയർ ആയിട്ടുള്ള ഒരു എയർ ഷോ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ഇത്ര നേരമായിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി ഒരു 20 ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.